ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചീരയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളൊരു നാടൻ തോരൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വേണം, അതുപോലെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ചീര. ഇത് നമുക്ക് ഇതിലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ചീരയാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ചീര അരിഞ്ഞതും കൂടി ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ചീര അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഞാനിവിടെ ചീരയും സവാളയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇനി വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതും കൂടെ അതിൻ്റെ കൂടെ ഇടണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഒന്ന് ലാസ്റ്റ് വെന്ത് വരുമ്പം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. നന്നായിട്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി കയ്യിൽ അഥവാ വെള്ളം അടി പിടിക്കുമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ചീരയിലകത്ത് വെള്ളമുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊരു സെക്കൻഡും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ടേ വേവിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സെക്കൻഡും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. അല്ലെങ്കിൽ കടുക് തളിച്ച് ഒഴിക്കാം. ഞാനിവിടെ കടുക് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കറിയാണ്, നാടൻ കറിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും മീൻ വറുത്തും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.